RJ ബാലാജിയുടെ ഡയറക്ഷനിൽ ഇന്ന് റിലീസിലെത്തിയ നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യയുടെ 45ാമത്തെ പടമായിരുന്നു കറുപ്പ്. കറുപ്പിനെ പറ്റി നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നലെ പടത്തിന്റെ റിലീസിനും ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ റിലീസ് ആവേണ്ട പടം റിലീസ് അനുമതി കിട്ടാത്തത് കാരണം ഇന്നലെ റിലീസ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം വരെ നോക്കി ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ സൂര്യ തന്നെ നേരിട്ടിറങ്ങി പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാധ്യതകൾ ഒരു ഇത് ഒതുക്കിയാണ് ഈ പടം ഇന്ന് തന്നെ റിലീസ് ചെയ്തത്. പാവം മനുഷ്യൻ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ പടം ഇറക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ട് സ്വന്തം റിസ്കിലാണ് ഇന്ന് ഈ പടം ഇറക്കിയത്. അങ്ങനെ ഇന്നലെ മിസ്സായ കറുപ്പ് ഇന്ന് കണ്ടു. ഒറ്റ വാക്കിലൊന്നും പറഞ്ഞങ്ങനെ പൊലിപ്പിക്കാൻ പറ്റത്തില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ഫാന്റസി എലമെന്റിൽ പോകുന്ന ഒരു പടമാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ഈ പടം കാണാൻ പോകേണ്ടതാണ് എന്റെ അഭിപ്രായം. ഈ പടം എല്ലാവർക്കും വർക്കാവുന്ന ഒരു പടമല്ല. വർക്കായവർക്ക് നല്ലപോലെ വർക്കായിട്ടുണ്ട്, അല്ലാത്തവർക്ക് ഒട്ടും വർക്കാവാതെയും പോവാം. കാര്യം ഇത് എല്ലാത്തരം ഓഡിയൻസും ദഹിക്കുന്ന ഒരു പരിപാടിയല്ല പിടിച്ചു വെച്ചേക്കുന്നത്. ഈ പടത്തിന് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അവർക്ക് ഈ പടം നല്ല രീതിയിൽ വർക്കാവും. മെയിനായിട്ടും പറഞ്ഞ തമിഴ് ഓഡിയൻസിന് വേണ്ടി. മറ്റേ ഓവർ ദ ടോപ്പ് പരിപാടിയാണ് സംഭവം. നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, ഈ പടത്തിന്റെ ഒരു കഥാ പശ്ചാത്തലം അങ്ങനെയാണ്. ഒരു കമേഴ്ഷ്യൽ ഫാന്റസിയുടെ ഒരു എക്സാജറേറ്റഡ് വേർഷൻ ആണ് ഇത്. പക്ഷെ പടം നൈസായിരുന്നു. നല്ല ഓഡിയൻസിന്റെ കൂടെ കണ്ട ഇതിൽ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ല. ആ ഒരു തരിപ്പ് മൂടിലങ്ങ് പോവാം. ആദ്യമൊക്കെ RJ ബാലാജിയുടെ ദൈവപരിപാടി എന്നൊക്കെ വിചാരിച്ചപ്പോ ഒരു അവരാധം പ്രതീക്ഷിച്ചാ കേറിയ. പക്ഷെ അത്രയ്ക്ക് അലമ്പൊന്നുമല്ല. നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. നല്ല ഓഡിയൻസിനോട് കണ്ടതുകൊണ്ട് കറുപ്പ് എനിക്ക് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നഷ്ടമായിട്ട് തോന്നിയില്ല. പരിപാടി വർക്കാണ്. പിന്നെ ഈ പടം കാണാൻ പോകുമ്പോൾ ഈ ലോജിക്ക് പരിപാടിക്ക് എടുത്ത് അയ്യത്ത് കളഞ്ഞിട്ട് പോവുക, ആസ്വദിക്കുക. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. പല പടങ്ങളുടെ റെഫറൻസ്, പിന്നെ നമ്മുടെ സൂര്യയുടെ ടൈറ്റിൽ കാർഡൊക്കെ നൈസായിരുന്നു. അങ്ങനെ ഒരു 2.5 മണിക്കൂർ ഒരോളത്തിന് ഇങ്ങനെ കണ്ടിരിക്കാം. അല്ലാതെ കംബാക്ക് ഒന്നും പ്രതീക്ഷിച്ച് പോരുത്. കംബാക്ക് ആണെന്ന് ചോദിച്ചാൽ കംബാക്ക് ഇങ്ങനല്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് കംബാക്ക് എന്ന് പറഞ്ഞാൽ അത് സൂര്യോട് കാണിക്കുന്ന ചതിയായി പോവും. അങ്ങനെ ഇതിലും ടെറിഫിക് കംബാക്ക് അർഹിക്കുന്നുണ്ട്. ഇതില് കംബാക്ക് എന്ന് പറഞ്ഞ് പുള്ളിയെ കെട്ടിയിടല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ മാസ് മസാല എന്റർടൈനർ എന്നല്ലാതെ ഇത് കംബാക്കിനുള്ളതൊന്നുമില്ല. തിയേറ്ററിൽ പടം വർക്കായെങ്കിലും OTT വരുമ്പോൾ അടി കിട്ടാൻ പോകുന്ന ചില പരിപാടികൾ ഈ പടത്തിലുണ്ട്. പിന്നെ തമിഴ് ഓഡിയൻസിന് ഈ പടം വർക്കായിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ ഹൈയസ്റ്റ് തമിഴ്നാട്ടിൽ നിന്ന് തൂക്കാൻ പറ്റുന്നത്ര കത്തിക്കല് ഈ പടത്തിലുണ്ട്. മെയിനായിട്ടും പറഞ്ഞാൽ സായി അഭ്യങ്കർ കൂട്ടിയിട്ട് കത്തിക്കലായിരുന്നു. ചെറുക്കൻ നല്ല പണി എടുത്തിട്ടുണ്ട്. ഇനി സൂര്യയുടെ കാര്യം പറഞ്ഞാൽ അത് പറയേണ്ട കാര്യമുണ്ടോ? ആ സൈഡ് എപ്പോഴും ഓക്കെ ആയിരിക്കും. പിന്നെ സൂര്യയുടെ കയ്യിൽ നിന്ന് പോയ ചില പരിപാടികളൊക്കെ ഉണ്ട്. അത് OTT വരുമ്പോൾ കിട്ടിക്കോളും. പിന്നെ എനിക്ക് മാത്രം തോന്നിയതാണോ എന്തോ, ഈ പടത്തിൽ സൂര്യ കാണുമ്പോൾ വിജയ് പോലെ തോന്നും. എന്തൊക്കെയോ ചില സിമിലാരിറ്റീസ് അവിടെ ഇവിടെയൊക്കെ തോന്നി. അങ്ങനെ മൊത്തത്തിൽ കറുപ്പ് മോശമല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇവര് പറഞ്ഞു വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഇനി ഇതാണ് പടം എന്ന മൈൻഡിൽ കണ്ടാൽ ഈ പടം വർക്കാവും. ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്. ഈ പടം കണ്ടിറങ്ങിയപ്പോൾ നമ്മുടെ സൂര്യ ഫാൻസ് ഒക്കെ വൻ ഹാപ്പി ആയിരുന്നു. മുമ്പ് കങ്കുവ റെട്രോ കണ്ടപ്പോൾ അവര് ഒരു അണഞ്ഞ മൂടായിരുന്നു. ഇവിടെ അവര് നല്ല രീതിയിൽ ചാർജായി. അങ്ങനെ കറുപ്പ് എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കും. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാനുള്ളതൊക്കെ ഉണ്ട്. പോയി കണ്ടു നോക്ക്.